ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. 89-ലെ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ വോട്ടുകൾ തിരുത്തിയെന്ന വെളിപ്പെടുത്തൽ ജി സുധാകരൻ നടത്തിയത് ആലപ്പുഴ NGO യൂണിയൻ പരിപാടിയിലായിരുന്നു. കേസെടുത്താലും കുഴപ്പമില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാനുള്ള ഗുരുതര കുറ്റമെന്ന വിലയിരുത്തലിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കേസെടുക്കാൻ നിർദ്ദേശിച്ചതോടെ സുധാകരൻ പറഞ്ഞത് വിഴുങ്ങി. മൊഴിയെടുക്കാൻ വന്ന പോലീസിനോട് പറഞ്ഞത് എല്ലാം തന്റെ ഭാവനയാണ് എന്നാണ്. ബൂത്തുപിടുത്തത്തിന്റെ കുറ്റം വരാവുന്ന ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. പറഞ്ഞതൊന്നും വാസ്തവമല്ല എന്നും സുധാകരന്റെ പ്രസംഗത്തിൽ അത്ഭുതം തോന്നിയെന്നും അന്ന് മത്സരിച്ച KV ദേവദാസ് പറഞ്ഞു. കേസെടുക്കാൻ എന്തുണ്ട് തെളിവെന്ന് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസറും സുധാകരൻ രണ്ടാമത് പറഞ്ഞത് എടുത്താൽ മതിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറിയും പറയുന്നു. MM മണിയുടെ 1, 2, 3 പ്രസംഗത്തിന്റെ വിധിയാകുമോ സുധാകരന്റെ പ്രസംഗത്തിലും? സുധാകരൻ പറഞ്ഞു കുടുങ്ങിയോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ ഇടത് സഹയാത്രികൻ M ജയചന്ദ്രൻ, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, NP ചെക്കുട്ടി രാഷ്ട്രീയ നിരീക്ഷകൻ, A സജീവൻ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ ശ്രീ ജയചന്ദ്രനിലേക്ക് പോകുന്നു. ശ്രീ ജയചന്ദ്രൻ, താങ്കൾ ജി സുധാകരന്റെ അടുത്ത ഒരാൾ കൂടിയാണല്ലോ. അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയുന്നയാളും സൗഹൃദമുള്ള ആളുമാണ്. നേരത്തെയും പലതവണ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ, പ്രസംഗങ്ങളൊക്കെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽപ്പെടുത്താവുന്ന ഒന്നാണോ ഇപ്പോൾ NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിൽ നടത്തിയ അദ്ദേഹത്തിന്റെ പ്രസംഗം? വോട്ട് തിരുത്തൽ നടത്തിയിട്ടുണ്ട്, ഇനി അതുമേൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായാലും പ്രശ്നമില്ല എന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നു. പിന്നീട് അത് തന്റെ ഭാവനയാണെന്ന് പറയുന്നു. പക്ഷേ ആദ്യത്തേത് എത്രത്തോളം ശക്തമായിരുന്നു എന്നുള്ളത് കേരളം കേട്ടതല്ലേ? അതെ സ്മൃതി, ഇത് 14-ാം തീയതി മിനിഞ്ഞാന്നാണ് ആലപ്പുഴ ലിയോ തെർക്കൻസ് ഹൈസ്കൂളിൽ മുൻകാല പ്രവർത്തകരുടെ ഒത്തുചേരൽ NGO യൂണിയൻ സംഘടിപ്പിച്ചിരുന്നത്. അതിൽ ഈ KV ദേവദാസ് അടക്കമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവിടെയാണ് സുധാകരൻ ഇത് ഇത്തരത്തിൽ ഇങ്ങനെ പറഞ്ഞതായി വരുന്നത്. അത് ഇന്നലെ വിവാദമാകുന്നു. ഇന്നത് FIR ഇടുന്നു പോലീസ്. ഇന്നലെ കലക്ടർ നിയോഗിച്ച തഹസിൽദാർ മൊഴിയെടുക്കാൻ സുധാകരൻ്റെ വീട്ടിൽ ചെല്ലുകയും മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത്രയുമാണ് ചുരുക്കത്തിലുണ്ടായത്. അതിനുശേഷം അദ്ദേഹം ശ്രീ ജി സുധാകരൻ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കി താൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ ആദ്യം കാണിച്ചതുപോലെ രമേശ് ചെന്നിത്തല അടക്കം പറയുന്നത് ഇത് CPM കള്ളവോട്ട് കൊണ്ട് ജയിക്കുന്ന പാർട്ടിയാണെന്ന് സുധാകരൻ തന്നെ വെളിപ്പെടുത്തി. അതങ്ങനെയൊന്നും അല്ല. ഈ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലല്ല, സുധാകരൻ പറഞ്ഞത് എന്താണെന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഈ ഇതിൻ്റെ അകത്തെ വസ്തുത എന്ന് പറഞ്ഞാൽ പോസ്റ്റൽ ബാലറ്റിന്റെ പ്രശ്നമാണല്ലോ അദ്ദേഹത്തിന്റെ ഇവിടുത്തെ ചർച്ചാ വിഷയമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന അതാണല്ലോ. പോസ്റ്റൽ ബാലറ്റ് തിരുത്താൻ കഴിയില്ല, അതൊരു കാര്യം തിരുത്തിയാൽ വോട്ട് ടെൻഡർ ചെയ്യപ്പെടും. വോട്ട് എണ്ണുമ്പോൾ അത് സ്വാഭാവികമാണല്ലോ. വോട്ട് ടെൻഡർ ചെയ്യാനുള്ളതാണ് എതിർപക്ഷത്ത് നിൽക്കുന്ന പോളിംഗ് ഏജന്റിന്റെ ചുമതല. തിരുത്തിയ ഏത് ബാലറ്റ് കണ്ടാലും ശരി, അത് ബാലറ്റ് വോട്ടുള്ള കാലത്താണ് ഈ പ്രശ്നം കേട്ടോ. ഇതാണ് 89-ലെ ഇഷ്യൂ ആയിട്ട് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ജി സുധാകരൻ തന്നെ പറയുന്നുണ്ട്, ഞാനത് ഇങ്ങനെ ഒന്ന് വിരട്ടാനായി പറഞ്ഞ എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. ഒരു വശം. മറുവശം, ഇത് പോസ്റ്റൽ ബാലറ്റ് ഉണ്ടായിരുന്ന കാലത്ത് ഈ ഇലക്ഷൻ ഇയറിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയുന്ന ചില വസ്തുതകളുണ്ട്. അത് ഏറ്റവും ചുരുക്കി ഞാൻ പറയാം. ഇപ്പോൾ NGO യൂണിയനിൽപ്പെട്ട CPM അനുകൂലികളോ അനുഭാവികളോ പ്രവർത്തകരോ ആയിട്ടുള്ള ആൾക്കാർ അവരുടെ പോളിംഗ് ഓഫീസറോ പാർട്ടി ഓഫീസറോ ഒക്കെ അവരുടെ വോട്ടുകൾ ഏൽപ്പിക്കുക. LDFുമായി ബന്ധപ്പെട്ടത്. NGO അസോസിയേഷൻ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആൾക്കാർ അവരുടെ പാർട്ടി ഓഫീസിൽ, കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസിൽ പോസ്റ്റൽ വോട്ടുകൾ ഏൽപ്പിക്കും. BJP ആയിട്ട് ബന്ധപ്പെട്ടവർ, NGO സംഘിന്റെ ആൾക്കാർ BJP ആയിട്ട് ബന്ധപ്പെട്ട പാർട്ടി ഓഫീസുകളിൽ അവരുടെ പോസ്റ്റൽ വോട്ടുകൾ ഏൽപ്പിക്കും. ഈ NGO ഫ്രണ്ടിന്റെ കേരള കോൺഗ്രസുകളുടെ ജീവനക്കാരുടെ വോട്ടുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ പാർട്ടി ഓഫീസുകളിലും ബന്ധപ്പെട്ട മുന്നണി സംവിധാനങ്ങളിൽ ഏൽപ്പിക്കും. ഇതാണ് പോസ്റ്റൽ ബാലറ്റിന്റെ കാലത്ത് ഒരു പതിവ് രീതി, അതായിരുന്നു. എന്നിട്ട് ചെയ്യുന്നത് എന്താണ്? എന്നിട്ട് ഇത് ഇവരുടെ ഒപ്പ് മാത്രമാണ് അക്കാലത്ത് എല്ലാവരും രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും വാങ്ങിക്കാറുള്ളത്. ഒപ്പിട്ട് ബാലറ്റ് പേപ്പർ ഇങ്ങനെ വാങ്ങിക്കും. എന്നിട്ട് അക്കാലങ്ങളിൽ വോട്ടെണ്ണുന്ന സമയത്ത്, വോട്ടെണ്ണുമല്ലോ, ആ വോട്ടെണ്ണുന്ന സമയത്ത് പല രാഷ്ട്രീയ കക്ഷികളും അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അതത് ബാലറ്റുകളിൽ അത് സ്ഥാനാർത്ഥികളുടെ സീല് കുത്തി എന്നാൽ ഇൻഡു മാർക്കാണ് അത് കുത്തി അങ്ങ് കൊണ്ടുപോവാണ് രീതി. അത് പൊതുവായിട്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളും, CPM മാത്രമൊന്നും അല്ല കേട്ടോ,
എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചെയ്തു പോകുന്ന രീതി ആയിരുന്നു അത് ഓർമ്മിപ്പിക്കാനാണ് സുധാകരൻ ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഓക്കെ, അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാ പാർട്ടികളും അനുവർത്തിച്ച് പോകുന്ന കാര്യവുമാണ്. പക്ഷേ ഇപ്പോൾ ഇത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ കാലമാണ്. CPM എന്നല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയും പിന്നെ അവരുടെ പ്രവർത്തകരും സർക്കാർ ഉദ്യോഗസ്ഥരും ഒന്നും പോസ്റ്റൽ ബാലറ്റ് ചെയ്യേണ്ട കാര്യമില്ല, പോസ്റ്റൽ വോട്ട് ചെയ്യേണ്ട കാര്യമില്ല, പോസ്റ്റൽ ബാലറ്റും ഇല്ല. അത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ തന്നെയാണ് ഇപ്പോൾ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുന്നതും അങ്ങനെയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ കാലത്ത്. പക്ഷെ പണ്ട് അങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സുധാകരൻ തന്നെ മാറ്റി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാനതിങ്ങനെ അത്തരക്കാരുണ്ടായിരുന്നു, പിന്നെ ഈ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട NGO യൂണിയനായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരിൽ അത്തരക്കാരും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഞാൻ അങ്ങനൊരു മാർഗം ഉപയോഗിച്ചിരുന്നു. അതിന്റെ പേരിൽ എന്താണ് കേസെടുക്കാനുള്ളത്? കേസെടുത്താൽ ജില്ലാ കളക്ടറാണ് അതിനകത്ത് കേസെടുക്കാൻ ഇന്നലെ ആവശ്യപ്പെട്ടിട്ട് അമ്പലപ്പുഴ തഹസിൽദാർ സുധാകരന്റെ വീട്ടിൽ ചെന്നിരുന്നു, മൊഴിയെടുത്തു. അദ്ദേഹം ഞാനീ പറഞ്ഞ നിലപാട് തന്നെ അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുമുണ്ട്. പിന്നീട് അദ്ദേഹം പറയുന്നത് പിന്നെ ഇനി പോലീസിന്റെ FIR ആണല്ലോ ഇന്നിട്ടേക്കുന്നത്. ആ പോലീസിന്റെ FIRന് പോലീസ് അന്വേഷിക്കാൻ വന്ന അദ്ദേഹം മറുപടി ഒന്നും പറയാൻ പോകുന്നില്ല G. സുധാകരൻ. ഇനി അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ജാമ്യം എടുക്കാനും പോകുന്നില്ല, ഞാൻ അകത്ത് കിടന്നോളാം. സാധാരണഗതിയിൽ അപ്പോൾ ഉയർന്നു വരുന്നൊരു ചോദ്യമുണ്ട്. ഇത് പിന്നെ അത് രാഷ്ട്രീയമായിട്ടാണ് ചോദ്യം ഞാനും ഇവിടെ ഉന്നയിക്കുന്നത് കേട്ടോ. ഇപ്പോൾ പിന്നെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ആരാണ്? പിണറായി വിജയനാണ്, അദ്ദേഹമാണ് മുഖ്യമന്ത്രി. അപ്പോൾ സ്വന്തം പാർട്ടി CPMന്റെ ഓഫീസിൽ വെച്ച് ഇത്തരത്തിലുള്ള നടപടി ഉണ്ടായി എന്നുള്ളതാണ് വിവാദപരമായി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എങ്കിൽ അത്തരമൊരു കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടി, ആ പാർട്ടി ഓഫീസിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാണല്ലോ വിവാദം. അതിന് പോലീസ് ഇത്രയധികം തിടുക്കപ്പെട്ടാണോ കാര്യം ഇടപെടേണ്ടതെന്നുള്ള ചോദ്യം വരുന്നുണ്ട് ഇവിടെ. ആ ചോദ്യം ഞാനും അത്ര ഒരു ചോദ്യം ഉന്നയിക്കുന്ന ആളാണ് ഞാനും. അങ്ങനെയാണോ വേണ്ടത്? ഇത് അന്വേഷിക്കണം എന്ന് ആരും പറയില്ല. അതായത് സ്വന്തം പാർട്ടിയുടെ വിഷയമായതുകൊണ്ട് തിടുക്കം അത്ര വേണ്ട എന്ന വിലയിരുത്തലാണോ താങ്കൾ നടത്തുന്നതെന്നൊരു ചോദ്യം. രണ്ടാമത് താങ്കൾ പറഞ്ഞു ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നതായിരുന്നു, അത് ഓർമ്മിപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണോ പ്രസംഗം കേൾക്കുമ്പോൾ താങ്കൾക്ക് തോന്നുന്നത്? രണ്ടാമത്തെ കാര്യം, ഒരു ഗൗരവത്തിലുള്ള വിഷയമല്ലെങ്കിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്തിനാണ് കേസെടുക്കണം, ഇത് ഗൗരവത്തിലുള്ള വിഷയമാണ് എന്ന് വിലയിരുത്തുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ഇത് താങ്കൾ ചോദിച്ച 3 കാര്യങ്ങളുമല്ല ഞാൻ അത്തരത്തിൽ സൂചിപ്പിക്കുക പോലും ഉദ്ദേശിച്ചിട്ടില്ല. ഇത് സ്വന്തം പാർട്ടിയുടെ ഓഫീസ് ആയതുകൊണ്ട് കുറച്ചുകൂടെ കാലതാമസം എന്നുള്ളതല്ല. ഇങ്ങനെ കേസ് എടുക്കുമ്പോൾ ഈ കേസ് ഇപ്പം ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, G. സുധാകരൻ ഇന്നലെ തഹസിൽദാർക്ക് മൊഴി കൊടുത്തു. തഹസിൽദാരുടെ മൊഴി പോയി എടുക്കാൻ ആവശ്യപ്പെടുന്നത് ജില്ലാ കളക്ടറാണ്, ആലപ്പുഴ കളക്ടറാണ്. അങ്ങനെ പോയി എടുത്തു. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്താണ് G. സുധാകരൻ പറഞ്ഞു എന്നുള്ളത്. അതിന്മേൽ തീരുമാനമെടുക്കേണ്ടത് പിന്നെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും കൂടിയാണല്ലോ ജില്ലാ കളക്ടർ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് തീരുമാനം എടുക്കേണ്ടത്. അദ്ദേഹം മുന്നിലേക്ക് റിപ്പോർട്ട് അയച്ചിട്ടുണ്ടാവാം, അതുണ്ടാവുമല്ലോ. പിന്നെന്തിനാണ് തിടുക്കപ്പെട്ടത്? അതാണ് ഞാൻ ചോദിച്ചത്. പിന്നെന്താണ് തിടുക്കപ്പെട്ട് പോലീസ് ഇന്ന് തന്നെ FIR രജിസ്റ്റർ ചെയ്തത്? മിനിഞ്ഞാന്ന് സംഭവം ഉണ്ടാവുന്നു, ഇന്നലെ വിവാദമാവുന്നു, പിന്നെ കളക്ടറുടെ നിർദ്ദേശപ്രകാരം എൻക്വയറി നടക്കുന്നു, മൊഴിയെടുക്കുന്നു, ഇന്ന് വീണ്ടും പോലീസ് FIR ഇടുന്നു. ഇതാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ട് അത് സുധാകരൻ എന്തെങ്കിലും ഇളവോ ആനുകൂല്യമോ കൊടുക്കണം എന്നുള്ള നിലയിലുമല്ല. അത് എന്തിനെ ബേസ് ചെയ്താണ്? 36 വർഷം മുമ്പ് ഉള്ളൊരു കാര്യം ഒരാൾ പ്രസംഗത്തിൽ പറഞ്ഞു. 36 വർഷം മുമ്പുള്ള കാര്യമാണെങ്കിലും ഇത് വലിയ ഗുരുതരമായ ചട്ടലംഘനം. 51 ജനപ്രാതിനിധ്യ നിയമം 136, 128, 135, 135 ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ ചട്ടലംഘനം നടന്നു എന്ന വിലയിരുത്തലുണ്ട്. അപ്പോൾ ഈ പറയുന്ന കളക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മൊഴിയെടുക്കൽ തഹസീൽദാർ നടത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ പോലീസ് അത്ര വേഗം വരേണ്ടതില്ല എന്ന് താങ്കൾ എങ്ങനെയാണ് പറയുക? ഇത് ഗുരുതരമാണ്, ചട്ടലംഘനമാണ് എന്ന രൂപത്തിൽ തന്നെ വിലയിരുത്തുമ്പോൾ പോലീസ് കുറച്ചുകൂടി വൈകി, അതായത് തഹസീൽദാറുടെ റിപ്പോർട്ടിന്മേൽ തീരുമാനമെടുത്ത ശേഷം പോലീസ് വന്നാൽ മതി എന്നാണോ പറയുന്നത്? അല്ല, ഞാൻ പോലീസ് ഇത്ര വേഗം വന്നു എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. പോലീസ് എന്താണ് ഇതിനകത്ത് അന്വേഷിച്ചിട്ടുള്ളത്? അതാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഞാനും അന്വേഷിക്കുന്നത് അതാണ്. പോലീസ് ഈ കേസിൽ G. സുധാകരൻ പറഞ്ഞതിനപ്പുറം എന്താണ് ഈ വസ്തുതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ്? അപ്പോ CPMന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നാസർ പറഞ്ഞിട്ടുണ്ട്. ശരി, അതാണ്. അപ്പോൾ എവിടെ നിന്ന് തെളിവ് കൊണ്ടുവരും? 36 വർഷം മുമ്പത്തെ കാര്യത്തിൽ നാളെയുമില്ല. ആയിക്കോട്ടെ, അത് തന്നെയാണല്ലോ ഈ MM മണിയുടെ പ്രസംഗത്തിൽ നടന്നത്. MM മണി 1, 2, 3 പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിന്മേലാണോ അദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ടി വന്നത്? അതിന്റെ തെളിവുകൾ പോയി ഏത് രൂപത്തിലാണ് പോലീസ് കണ്ടെത്തിയത്? ആ രൂപത്തിൽ കണ്ടെത്താൻ പറ്റുമോ എന്ന് പരിശോധിക്കേണ്ടി വരും. ഞാൻ വരാം. ശ്രീകുമാർ, ഇതിപ്പോൾ പഴയകാലത്തെ കാര്യമാണ്. പഴയകാലത്തെ കാര്യം എന്ന രൂപത്തിൽ വരാം. ശ്രീകുമാർ, പഴയകാലത്തെ കാര്യം എന്ന നിലയ്ക്ക് ഒരു പ്രസംഗത്തിൽ G. സുധാകരൻ അത് പറയുന്നു.
പിന്നീട് അത് തന്റെ ഭാവന കലർത്തി പറഞ്ഞാണെന്ന് പറയുന്നു. അത് ഏത് ഘട്ടത്തിലാണ് അദ്ദേഹം അത് മാറ്റി പറയുന്നത് എന്നൊന്നും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ആദ്യം പറഞ്ഞത് എടുക്കണ്ട, രണ്ടാമത് പറഞ്ഞ് എടുത്താൽ മതി എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. ജില്ലാ സെക്രട്ടറി പറയുന്ന ആകട്ടെ എവിടെയുണ്ട് തെളിവ്? ഈ പറഞ്ഞതിലപ്പുറം എവിടെ നിന്ന് തെളിവ് കിട്ടാൻ പോകുന്നു? അപ്പോൾ അതൊരു വെല്ലുവിളിയുടെ സ്വഭാവം കൂടിയുണ്ട് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. എങ്ങനെയാണ് കോൺഗ്രസ് അതിനെ കാണുന്നത്? ഇതൊക്കെ കോൺഗ്രസിന്റെ അഭിപ്രായം വർഷങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. CPM തെരഞ്ഞെടുപ്പുകളിൽ കള്ളവോട്ട് സമ്പ്രദായത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത്. ഇവിടെ സുധാകരൻ അദ്ദേഹം CPMന്റെ ഇപ്പോഴും CPMൽ ഉള്ളൊരു നേതാവാണ്, പാർട്ടി വിട്ടൊരു നേതാവല്ല. അദ്ദേഹം ഒരു വസ്തുത പറഞ്ഞിരിക്കുകയാണ്. ചില നേതാക്കൾ ചില ഘട്ടങ്ങളിൽ ചില യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ അതിന് വലിയ പ്രാധാന്യം കിട്ടും. CPMന്റെ പ്രമുഖ നേതാക്കളും പാർട്ടി സെക്രട്ടറിയും ഒന്നും എന്തുകൊണ്ടാണ് സുധാകരനെ പാർട്ടിയിൽ നിന്ന് തള്ളി പറയാത്തത്? അതേ ഒരു ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർ മാത്രമാണല്ലോ ഇപ്പൊ പാർട്ടിയുടെ ഭാഷയിൽ. അങ്ങനെയാണ് സുധാകരനെതിരെ നടപടി എടുക്കേണ്ടതല്ലേ പാർട്ടി മെമ്പർ എന്ന നിലയ്ക്ക്? പക്ഷെ എന്താണ് പറയുന്നത്? ഗോവിന്ദ മാഷ് പറയുന്നത് എന്താണ്? കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ശ്രദ്ധിച്ച് പറയണമെന്നായിരുന്നോ? അതോ പറയാൻ പാടില്ലെന്നായിരുന്നോ? അതോ ഇങ്ങനെയൊന്നും പറയാൻ നിങ്ങൾക്ക് പറയേണ്ട ഒരു ഘട്ടം ഇതല്ലെന്നായിരുന്നോ? രണ്ടാമത്തെ കാര്യം അദ്ദേഹം എന്താ പറഞ്ഞത്? ഇത് നാസർ എന്താ പറഞ്ഞത്? കേസ് എടുത്ത് ശരിയായില്ല. ഇവിടെ ശ്രീ ജയന്തൻ പറഞ്ഞു പോലീസ് എന്താ തിരുക്കം കാണിച്ചത്? ഇത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ കളക്ടറാണ് കേസെടുക്കുന്നത്. ഇത് ഗവൺമെന്റ് ആയിട്ട് എന്താ പറയുക തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ? അപ്പൊ ഇതില് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 2021 തുടർഭരണം ഉണ്ടല്ലോ. ആ തുടർഭരണം ജനങ്ങൾ ഞങ്ങൾക്കൊപ്പം നിന്നു എന്ന് പറയുമ്പോൾ ഈ ശ്രീ സുധാകരൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സംശയങ്ങൾ ജനങ്ങൾക്കിടയിൽ കൂടും. അത് പാർട്ടിക്ക് അത് ദുരീകരിച്ച് ജനങ്ങളുടെ സംശയം തീർക്കാൻ കഴിയില്ല എന്ന് ഇന്ന് പാർട്ടി നേതാക്കളുടെ പ്രസ്താവന വ്യക്തമാക്കുന്നു. സുധാകരൻ എന്ന് പറയുന്നത് കുറെ കാലമായിട്ട് ചില യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്ന നേതാവാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരു സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പൊതുവെ സമൂഹം പറയുന്നത്. കോൺഗ്രസുകാർക്ക് ശ്രീ സുധാകരനോടോ അല്ലെങ്കിൽ സുധാകരന് കോൺഗ്രസിനോടോ വലിയ ബന്ധമൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷെ അദ്ദേഹം ഇന്ന് CPMന്റെ നേതാവ് തന്നെയാണ് ശ്രീമതി സ്മൃതി. അപ്പൊ CPMന്റെ നേതാവാണ് പറയുന്നത് 1989 ഇങ്ങനെ സംഭവം നടന്നു എന്ന്. പിന്നീട് അദ്ദേഹം പറഞ്ഞു ഭാവനയാണെന്ന്. ഭാവനയാണെങ്കിൽ 1989 പറയേണ്ട കാര്യമില്ലല്ലോ. KV ദേവദാസ് എന്ന അന്നത്തെ അധ്യാപക നേതാവിന്റെ പേര് പറയേണ്ട കാര്യമില്ലല്ലോ. KV ദേവദാസ് നിസ്സാര അധ്യാപക നേതാവായിരുന്നില്ല. ആലപ്പുഴയിലെ പ്രമുഖ CPM നേതാവ് തന്നെയായിരുന്നു അദ്ദേഹം. VSന്റെ ആ കാലത്തെ VS പിണറായി നായനാർ വഴക്കിന്റെ കാലത്തൊക്കെ വളരെ കേട്ടുപരിചയമുള്ള ഒരു പേരാണ് KV ദേവദാസിന് അക്കാലത്ത്. അപ്പൊ അതുകൊണ്ട് സുധാകരൻ അക്കാലത്തെ കുറിച്ച് പറയുമ്പോൾ അതെങ്ങനെയാ ഭാവനയാകുന്നത്? ഭാവനയാണെങ്കിൽ കൊല്ലം പറയേണ്ട കാര്യമില്ലല്ലോ, സ്ഥാനാർത്ഥിയുടെ പേര് പറയേണ്ട കാര്യമില്ലല്ലോ, വക്കം പുരുഷോത്തമൻ ജയിച്ച കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ, വോട്ട് ശതമാനം അതുകൊണ്ടാണ് കുറഞ്ഞതെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് പറഞ്ഞത് NGO യൂണിയന്റെ സമ്മേളനത്തിലല്ലേ? ആ NGO യൂണിയൻ സമ്മേളനത്തിൽ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും NGO യൂണിയൻ നേതാവ് പറയണ്ടേ സഖാവ് പറഞ്ഞത് ശരിയായില്ല എന്ന് പറയണ്ടേ? അതും പറഞ്ഞില്ലല്ലോ. അപ്പൊ സുധാകരൻ എന്താണ് പാർട്ടിക്ക് ഭയം? എന്താണ് സുധാകരനെ പാർട്ടി ഇന്ന് എത്ര എന്താണ് പറയാ മൃദു സമീപനമാണ് പാർട്ടി കൈക്കൊണ്ടത്? MV ഗോവിന്ദ മാഷ് പറയേണ്ടത് ഇങ്ങനെയായിരുന്നു. സാധാരണ ഇതിൽ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറല്ലേ സുധാകരൻ, അല്ലാണ്ട് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പറൊന്നും അല്ലല്ലോ. ശ്രീ സുധാകരനെതിരെ നടപടി എടുക്കുമോ പാർട്ടി? ഇത് പാർട്ടി പ്രതിസന്ധിയിലായോ എന്നുള്ളതല്ല വിഷയം. ശ്രീ സുധാകരൻ പറഞ്ഞ കാര്യത്തിൽ പാർട്ടി എന്ത് നടപടി എടുക്കുന്നുള്ളതാണ് പ്രശ്നം. പാർട്ടിയുടെ ന്യായീകരണമൊന്നും ജനങ്ങൾക്ക് കേൾക്കേണ്ട കാര്യമില്ല. കാരണം ശ്രീ ഗോവിന്ദ മാഷ് പറയുന്നത് എന്താ? നിയമ നടപടി നടക്കട്ടെ എന്നാണ്. നിയമ നടപടി മാഷ് പറഞ്ഞില്ലെങ്കിലും നടക്കും, കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യമാണ്. പക്ഷെ പാർട്ടി ഇക്കാര്യത്തിൽ അന്നത്തെ ഒരു നയമാണോ ഇത്? പാർട്ടിയുടെ നയം എന്ന രീതിയിലല്ലേ ഇത് പുറത്തിപ്പോ നമ്മൾ കാണുന്നത്. ഇതിന്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. ഇതിലിപ്പോ കേസും കൂട്ടൊക്കെ വരുമ്പോ ഇതിന് തെളിവുണ്ടോന്നൊക്കെ ചോദിക്കും. കാരണം ഇതൊക്കെ എങ്ങനെ തെളിവുണ്ടാക്കി എടുക്കാനാണ് 1989 കാര്യം? അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരിക്കും. സുധാകരൻ ശിക്ഷിക്കപ്പെടണമെന്നുകൊണ്ട് ആർക്കും ആഗ്രഹമില്ല. സുധാകരനെ ശിക്ഷിക്കുകയും വേണ്ട, സുധാകരന്റെ വലിയ മറുപടിയും വേണ്ട. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് അവർ മുന്നോട്ട് കൊട്ടൊക്കെ ശരി. പക്ഷെ ഇത് രാഷ്ട്രീയമായ ചോദ്യമല്ലേ? രാഷ്ട്രീയമായ ചോദ്യമാണ്. പോലീസ് ഇതിൽ തിടുക്കം കാട്ടിയെന്ന ശ്രീ ജയേന്ദ്രന്റെ പ്രതികരണത്തോട് യോജിക്കുന്നുണ്ടോ? എങ്ങനെ അന്വേഷിക്കും എന്നുള്ള ചോദ്യമുണ്ടല്ലോ. അല്ല, ഇങ്ങനൊരു കാര്യം ഒരു നേതാവ് വെളിപ്പെടുത്തുമ്പോൾ അതിന് അടിയന്തരമായിട്ട് പോലീസ് ഇടപെട്ടില്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം പോലീസിനെ സഹായിക്കില്ല. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജില്ലാ കളക്ടർ എന്ന നിലയ്ക്കല്ലല്ലോ, ജില്ലാ കളക്ടർ എന്ന ജില്ലയിലെ വരണാധികാരിയുടെ ഉത്തരവായിട്ടാണത്. ഭരണാധികാരിക്ക് പ്രത്യേക അധികാരങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ പോലീസിനോട് അന്വേഷിക്കാൻ പറഞ്ഞത്.
ഞാൻ പറഞ്ഞ ശ്രീമതി സ്മൃതി, ഇതിന്റെ നിയമ നടപടിയും കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അത് നടക്കട്ടെ, ഒരു വശത്തോട് നടക്കട്ടെ. പക്ഷെ പാർട്ടി നേതാവായ ജി സുധാകരൻ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ജി സുധാകരൻ, മുൻ മന്ത്രിയായിരുന്ന ജി സുധാകരൻ, ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ജി സുധാകരൻ പറയുകയാണ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. 1989 എന്ന കാലഘട്ടവും പറയുന്നു, സ്ഥാനാർത്ഥികളുടെ പേരും പറയുന്നു. പക്ഷെ ഇന്ന് പാർട്ടി അദ്ദേഹത്തിന് അങ്ങനെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് സുധാകരനെതിരെ നടപടിയെടുത്ത് പുറത്താക്കണ്ടേ? പാർട്ടി ഇങ്ങനെ ആക്കിയെങ്കിൽ അപ്പൊ നാസർ എന്താ പറഞ്ഞത്? സുധാകരനെ ഭയമായി ഇവർക്ക്. എന്താണ് സുധാകരനെ ഭയക്കുന്നത്? രാഷ്ട്രീയ കൗതുകം അതാണ്. സുധാകരനെ എന്തിന് പാർട്ടി ഭയക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഭയക്കുന്ന ഒരു പാർട്ടി ആണല്ലോ ഇങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയാണോ പാർട്ടിയുടെ നിലപാട്? ഇങ്ങനെയാണോ? ഈ കാര്യങ്ങളിലൊക്കെ പാർട്ടി അടിയന്തരമായിട്ട് സെക്രട്ടേറിയറ്റിൽ നിന്ന് ചേർന്നോ അല്ലെങ്കിൽ അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ ചേർന്നോ നമുക്കറിയില്ല. പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി കേരളീയനാണ്, മുഖ്യമന്ത്രി ഇപ്പൊ CPM ആണ്. ആ കാലഘട്ടത്തിലെ നായനാർ പിണറായി VS അച്യുതാനന്ദനായിരുന്നു തോന്നുന്നു അന്ന് പാർട്ടി സെക്രട്ടറി. ഇങ്ങനെയുള്ളൊരു ഘട്ടത്തില് അന്ന് പാർട്ടിയുടെ നേതാവായിരുന്ന പ്രമുഖനാണ് സുധാകരൻ. അദ്ദേഹം പറഞ്ഞതിൽ ഞാൻ എന്റെ നിയമവശം വിടുകയാണ്. കാരണം തെളിവ് ശേഖരിക്കാൻ പറ്റുമോ, അദ്ദേഹത്തെ 3 വർഷം ശിക്ഷിക്കാൻ പറ്റുമോ, ഇതൊന്നും എനിക്ക് നമ്മുടെ മുമ്പിൽ വിഷയമല്ല. നമ്മുടെ മുമ്പിൽ വിഷയം എന്താണ്? ഒരു പാർട്ടി നയം, 80കളിലെ പാർട്ടി നയം. അതാണോ സുധാകരൻ പറഞ്ഞത്? അതാണോ? പക്ഷേ ആദ്യം പറഞ്ഞത് എടുക്കേണ്ട, രണ്ടാമത് പറഞ്ഞത് എടുത്താൽ മതി എന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. ശ്രീ NP ചെക്കുട്ടി, ജി സുധാകരൻ എന്തിനിങ്ങനെ പറഞ്ഞു എന്നൊരു ചോദ്യമുണ്ടല്ലോ. എന്ത് സാഹചര്യത്തിലായാലും ഇങ്ങനെ ഒരു പ്രസംഗം നടത്തേണ്ട ഒരു സാഹചര്യം അവിടെയില്ല. NGO യൂണിയൻ്റെ ഒരു പരിപാടിയിൽ എന്തിനാണ് 36 വർഷം മുമ്പ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്ന് പറയുന്നത്? അതിലെന്തെങ്കിലും ദുരുദ്ദേശം താങ്കൾ സംശയിക്കുന്നുണ്ടോ? ഇതിനു മുമ്പ് 3ാം പിണറായി സർക്കാർ വരാൻ നാമം ജപിച്ചിരുന്നാൽ പറ്റില്ല എന്നൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. ഞങ്ങൾ അധികാരത്തിൽ ഏറുന്നത് ഈ രൂപത്തിലൊക്കെയാണ് എന്നാണോ അദ്ദേഹം പറഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചത്? ഇപ്പോൾ ശ്രീകുമാർ പറഞ്ഞത് അങ്ങനെയാണ് കോൺഗ്രസ് വ്യാഖ്യാനിക്കുന്നത്. തീർച്ചയായും സുധാകരൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ മലയാളി സമൂഹം സുധാകരനോട് നന്ദി പറയേണ്ടതാണ്. കാരണം സുധാകരൻ വളരെ കൃത്യമായിട്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ സംഭവിച്ചു കൊണ്ടിരുന്ന, ഇപ്പോഴും പല പ്രദേശങ്ങളിലും സംഭവിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ജനാധിപത്യ ധ്വംസനത്തിൻ്റെ വസ്തുതകളെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത്. ഇപ്പം 89-ൽ നടന്ന ഈ വിഷയത്തിൽ പിന്നെ പോലീസിന് തെളിവുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതല്ല, മറിച്ച് സുധാകരനെ പോലെ അക്കാലത്ത് വളരെ പ്രഗത്ഭനായും പ്രമുഖനായിട്ടൊരു നേതാവ് വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു കേസിൽ ഇന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുന്ന ഒരു കാര്യമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ രഹസ്യാത്മക സ്വഭാവം നിലനിർത്തുക എന്നുള്ളത് പിന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അതിനെ അട്ടിമറിച്ചുകൊണ്ട് പിന്നെ ബാലറ്റിനകത്ത് കൃത്രിമം നടത്തി തുടങ്ങിയ വിഷയങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഇത് ഇലക്ട്രൽ പ്രോസസ്സിൻ്റെ പിന്നെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. നമ്മുടെ നാട്ടിൽ ജനാധിപത്യ പ്രക്രിയയെ എങ്ങനെയാണ് ചില രാഷ്ട്രീയ കക്ഷികൾ തകർക്കുന്നുള്ള ലക്ഷണമാണ്. ഇപ്പോൾ തെക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ നാടായ ആലപ്പുഴയിൽ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് എനിക്കറിയില്ല. പക്ഷേ വടക്കൻ കേരളത്തിൽ ഈ പറയുന്ന പീരീഡിൽ 89 അടക്കമുള്ള കാലത്ത് ഞാൻ വളരെ കൃത്യമായിട്ട് വടക്കൻ കേരളത്തിൽ പിന്നെ റിപ്പോർട്ടറായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. കോഴിക്കോട് ഞാൻ ആ സമയത്ത് ജോലി ചെയ്തിട്ടുണ്ട്, തെരഞ്ഞെടുപ്പുകളിൽ കണ്ണൂർ പോയിട്ടുണ്ട്, കാസർഗോഡ് പോയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിൽ അതിഗുരുതരമായ മട്ടിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നിട്ടുള്ളതൊരു വാസ്തവമാണ്. പല മണ്ഡലങ്ങളിലും സംഘടിതമായിട്ട് വോട്ടർമാരെ ബൂത്തിൽ വരുന്നത് തടഞ്ഞുകൊണ്ട് പിന്നെ ജനാധിപത്യ പ്രക്രിയയെ ആക്രമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കള്ളവോട്ട് ചെയ്തുകൊണ്ട് ഈ ഇടപാട് നടത്തിയിട്ടുണ്ട്. ഇത് വളരെ വ്യാപകമായിട്ട് ഒരുതരം വ്യാവസായിക അടിസ്ഥാനത്തിൽ കേരളത്തിലെ മലബാർ പ്രദേശം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് പിന്നീട് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കിടയിൽ അതിൻ്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. കാരണം മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ഇക്കാര്യത്തെക്കുറിച്ച് വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാൻ തുടങ്ങി, മാധ്യമങ്ങൾ കുറെ കൂടി വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. അതുകൊണ്ടൊക്കെ തന്നെ സമീപകാലത്ത് ഈ ഒരു കള്ളവോട്ട് സമ്പ്രദായം, വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുന്ന നിർത്തുന്ന സമ്പ്രദായം, അതിനൊരു കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് 80കളിലായാലും ശരി 90കളിലായാലും ശരി കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിച്ചുകൊണ്ട് മെയ്ക്കരുത്ത് കൊണ്ട്, കൈക്കരുത്ത് കൊണ്ട്, ശാരീരിക ശക്തി കൊണ്ട്, ഗുണ്ടകളുടെ നിയന്ത്രണം വെച്ചുകൊണ്ട്
ഈ പല ബൂത്തുകളും പിടിച്ചെടുക്കുന്ന, പല സീറ്റുകളും പിടിച്ചെടുക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു. ആ പ്രക്രിയയാണ് കേരളത്തിലെ പല രാഷ്ട്രീയ കക്ഷികൾ CPM-ന്റെ വിജയത്തിന് പല സമയത്തും അടിത്തറ എന്ന് ഇപ്പോൾ സുധാകരൻ വളരെ കൃത്യമായിട്ട് പറയുന്നു. അദ്ദേഹം അത് ആരെയും ഉപദ്രവിക്കാൻ വേണ്ടി പറഞ്ഞില്ല, നേരെ മറിച്ച് കേരളീയ സമൂഹത്തിൽ എങ്ങനെയാണ് പല രാഷ്ട്രീയ കക്ഷികളും അധികാരത്തിലേക്ക് കടന്നു കയറിയത് എന്ന ഒരു വസ്തുത അദ്ദേഹം തുറന്നു കാട്ടുന്നു. അത് പറയുന്നതിന് ഒരു കുഴപ്പവുമില്ല, അതിന്റെ പേരിൽ കേസെടുത്താലും കുഴപ്പമില്ല എന്ന് പറയുന്നത് എന്ത് ഉദ്ദേശത്തിലാണ്? തിരുത്തൽ ഉദ്ദേശിച്ച് പറയുന്നതാണോ, അതോ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നേരത്തെ അധികാരത്തിൽ വന്നിട്ടുള്ളത് എന്ന് പറയുകയാണോ? അറിയാത്തവരെ പോലും, പുതിയ കാലത്തിലുള്ളവരെ പോലും അറിയിക്കുന്ന രൂപത്തിൽ പ്രസംഗം. അതെ, അത് തിരുത്തേണ്ടതായിരുന്നു എന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ അഭിപ്രായമുണ്ട്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ചെയ്തിട്ടുള്ള അങ്ങേയറ്റത്തെ അത്യാചാരങ്ങൾ അത് ശരിയല്ല എന്ന് അതിൻ്റെ ഭാഗമായിരുന്ന, അതിന് തലപ്പത്തിരുന്ന സുധാകരൻ അടക്കപ്പോൾ തോന്നുന്നുണ്ട്. MVR ഇത് പറ്റിയിട്ടുണ്ട്. MVR ഈ കണ്ണൂരിലെ പലവിധ അക്രമങ്ങൾക്കും നേതൃത്വം കൊടുത്തിരുന്ന ഒരാളാണ്. പിന്നീട് അതേ MVR തന്നെ അതിൻ്റെ ഇരയായിട്ട് മാറി. പിന്നീട് അദ്ദേഹം ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി. അപ്പം അതുകൊണ്ട് MVR ആയാലും ശരി, സുധാകരനായാലും ശരി, മറ്റാരായാലും ശരി, അവർക്ക് തങ്ങളുടെ തങ്ങളുടെ രാഷ്ട്രീയത്തിൽ നടത്തിയിട്ടുള്ള തെറ്റായ പ്രവണതകളെക്കുറിച്ച് കുമ്പസാരിക്കേണ്ട സമയമായി എന്നവർക്ക് തോന്നുന്നുണ്ട്. കാരണം അത് തെറ്റായിട്ടുള്ള പ്രവണതകളായിരുന്നു. ആ പ്രവണതകൾ ഇനിയെങ്കിലും കേരളീയ സമൂഹം ഉപേക്ഷിക്കണം എന്നുള്ള ഒരു മെസ്സേജ് കൂടിയാണ് അദ്ദേഹം നൽകുന്നത്. ആ നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തോട് നന്ദിയുള്ളവനാണ്. ശ്രീ സജീവൻ, താങ്കൾ NP ചെക്കുട്ടി പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിലൂടെ ഒരു തിരുത്തൽ നടത്തുകയാണ് യഥാർത്ഥത്തിൽ സുധാകരൻ ചെയ്തതെന്ന് താങ്കൾ കരുതുന്നു, അതോ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയാണോ അദ്ദേഹം ചെയ്തിരിക്കുന്നത്? ഇതില് ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാം. ഇവിടെ ജയചന്ദ്രൻ നടത്തിയിട്ടുള്ള പരാമർശം അത് സുധാകരൻ നടത്തിയതുപോലെ തന്നെ ഗുരുതരമായ തിരഞ്ഞെടുപ്പ് ചട്ട ലംഘനത്തിൻ്റെ ഭാഗമാണ്. കാരണം അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ബാലറ്റ് പേപ്പർ ഉണ്ടായിരുന്ന കാലത്ത് അന്ന് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ അവരുടെ ബാലറ്റ്, അതായത് ഈ തപാൽ ബാലറ്റ് ഈ പാർട്ടി ഓഫീസുകളിൽ ഒപ്പിട്ട് മാത്രം കൊടുക്കുകയും അത് പാർട്ടി പ്രവർത്തകരോ നേതാക്കന്മാരോ അതിൽ വേണ്ട സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തുകൊണ്ട് കൊടുക്കുകയും ചെയ്തു. അത് സത്യത്തിൽ രഹസ്യ ബാലറ്റ് എന്ന് പറയുന്നത് രഹസ്യ വോട്ടിൻ്റെ ഭാഗമാണ്. അങ്ങനെയുള്ള സംഗതി ഈ ഉദ്യോഗസ്ഥന്മാർ തന്നെ, തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇത്തരത്തിൽ ചെയ്തു എന്നും അത് സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണെന്ന് പറഞ്ഞതും സത്യത്തിൽ ഈ വെളിപ്പെടുത്തൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. രണ്ടാമത്തെ ഇനി ചോദ്യത്തിലേക്ക്, ചെക്കുട്ടി പറഞ്ഞതുപോലെ ഈ സുധാകരൻ ഈ പാർട്ടി നന്നാക്കി കളയാൻ CPM-നെ ഇനി എല്ലാം കൂടി ശുദ്ധീകരിച്ചെടുക്കാമെന്നോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു തിരുത്തൽവാദിയായിട്ട് ഈ ശരിയായ രാഷ്ട്രീയം ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഗുരുതരമായ രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയിട്ട് പാർട്ടി ശരിയായ രാഷ്ട്രീയം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നടത്തിയതാണ് എന്നോ ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ സുധാകരൻ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ ആ രീതിയിലായിരുന്നു പ്രതികരിക്കേണ്ടിയിരുന്നത്. അതായത് നമ്മൾ ഇങ്ങനെയൊന്നും പ്രവർത്തിച്ചാൽ പോരാ, പണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ വോട്ട് രഹസ്യ ബാലറ്റ് തപാൽ വോട്ടുകൾ വാങ്ങിയിട്ട് അത് ഇത്തരത്തിൽ മാറ്റി ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ജനാധിപത്യ വിരുദ്ധമാണ്, കമ്മ്യൂണിസ്റ്റുകാർ ഇനി മുതൽ അത്തരത്തിലേക്ക് മാറാൻ പാടില്ല, ഒരു തരത്തിലും ഈ രീതി അനുവദിക്കാൻ പാടില്ല എന്നൊക്കെയാണ് സുധാകരൻ പറയേണ്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് അതല്ല. അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ്. ഞങ്ങൾ അക്കാലത്ത്, അതായത് പറഞ്ഞ രൂപത്തിൽ ഇത്രയും വർഷം മുമ്പ് 3-4 പതിറ്റാണ്ടിന് അടുത്തെത്തുന്ന അത്രയും കൊല്ലം മുമ്പേ നടന്ന 89-ലെ തെരഞ്ഞെടുപ്പിൽ ഇന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടുള്ള വോട്ട് ചെയ്യുന്നതിൽ നിങ്ങളെ പല ആളുകളും വിശ്വസിക്കാൻ കൊള്ളില്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്. അന്ന് ഈ പല ആളുകളും മാറി എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു, ഞങ്ങൾ അതൊക്കെ കണ്ടുപിടിച്ചിട്ട് ഞങ്ങളത് തിരുത്തിയിരുന്നു എന്ന് പറയുമ്പോൾ തിരുത്തിയതിൻ്റെ സാങ്കേതിക കാര്യങ്ങളോ അത് വാലിഡ് ആകുമോ എന്നുള്ള കാര്യം വേറെ. പക്ഷേ ഇത് കീറിക്കളഞ്ഞാൽ പോലും അത് തെറ്റായ കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇത്രയും പറഞ്ഞിട്ട് എനിക്കെതിരെ കേസെടുത്താലും പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ സുധാകരൻ തിരുത്തൽവാദിയാണ് എന്നുള്ള കാര്യം എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഇപ്പോൾ കുറേ കാലമായിട്ട് അദ്ദേഹം പാർട്ടിയുടെ പല തലങ്ങളിലുണ്ടായിരുന്ന ആളാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം ഇപ്പോൾ പാർട്ടിയുടെ പ്രധാനപ്പെട്ട തലങ്ങളിലൊന്നുമില്ല, പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് അദ്ദേഹം ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എപ്പോഴും അദ്ദേഹം പിന്നീട് നടത്തിയ പല പ്രസ്താവനകളിലും പാർട്ടി അദ്ദേഹത്തിൻ്റെ ഒരു സീനിയോറിറ്റി കണക്കിലെടുത്ത്, അദ്ദേഹത്തിൻ്റെ പ്രായം കണക്കിലെടുത്ത്
അങ്ങനെ ഗുരുതരമായ പ്രതികരണങ്ങൾ നടത്തുമ്പോഴും തിരിച്ച് ആ തരത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നും ശ്രദ്ധിക്കേണ്ടതല്ലേ? ഇപ്പോൾ ഈ വിഷയത്തിലും അങ്ങനെയാണ്. അങ്ങനെ പറയരുതായിരുന്നു, ആദ്യം പറഞ്ഞെടുക്കണ്ട, രണ്ടാമത് പറഞ്ഞെടുത്താൽ മതി എന്ന് അതിനെ ലഘൂകരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം? ശ്രീകുമാർ പറയുന്നത് അത് ഭയം കൊണ്ടാണെന്ന്. അങ്ങനെ ഒരു ഭയമുണ്ടോ പാർട്ടിക്ക്? അത് അല്ല, പാർട്ടിക്ക് ഭയമില്ല. ഭയം ഉണ്ടാകാവുന്ന ഒരു ഭയം എന്ന് പറയുന്നത് ഈ സുധാകരൻ ഇത് ചെയ്യുമ്പോൾ അദ്ദേഹം ഭാവന ചേർത്ത് പറഞ്ഞാണെങ്കിൽ എന്ത് ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് ഉണ്ടാക്കുന്ന പാർട്ടിക്കുണ്ടാകുന്ന ഒരു അവമതിപ്പുണ്ട്. മൈക്ക് കിട്ടിയാൽ എന്തും വിളിച്ച് പറയുന്ന ആളുകളാണ്. ഇപ്പം എം എം മണി എന്ന് പേര് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്? എം എം മണി എന്ന് പറയുന്ന തൊഴിലാളി വർഗ നേതാവിനെ കുറിച്ചോ മുൻ മന്ത്രിയെക്കുറിച്ചോ ഒന്നുമല്ലല്ലോ. അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പ്രസംഗങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അത് ആ രീതിയിൽ മൈക്ക് കിട്ടിയാൽ എന്തും വിളിച്ചു പറയാവുന്ന രൂപത്തിലേക്ക് നേതാക്കന്മാർ പോകുമ്പോൾ ആ നേതാവിനപ്പുറത്തേക്ക്, ആ നേതാവിൽ മാത്രമല്ല, ആ നേതാവിന് ഒരു പക്ഷേ അത്ര പരിക്കുണ്ടാവണമെന്നില്ല. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ നടപടികളെ പല ആളുകളും ശുദ്ധീകരിച്ച് കാണിക്കാനൊക്കെ ശ്രമിച്ചു എന്ന് വരാം. പക്ഷേ ഈ പാർട്ടിക്ക് അത് വലിയ ദോഷം ചെയ്യും. സത്യത്തിൽ വേണ്ടത് ഇപ്പോഴത്തെ പോലെ ആദ്യം വേണ്ടതെന്ന് പറഞ്ഞു എടുക്കേണ്ട, രണ്ടാമത് പറഞ്ഞെടുത്താലും മതി, ഇനി നാളെ പറയുന്നത് എടുക്കണമെന്നുള്ളത് വീണ്ടും ഞങ്ങൾ പിന്നീട് സെക്രട്ടേറിയറ്റ് ചേർന്നിട്ടോ അല്ലെങ്കിൽ സംസ്ഥാന സമിതി ചേർന്നിട്ടോ പറയാം എന്നൊക്കെ പറയുന്നത് തെറ്റായ കാര്യമാണ്. ഇത് തികച്ചും തെറ്റാണ്. സുധാകരൻ്റെ വാക്കുകളിൽ എനിക്ക് സംശയമില്ല. അദ്ദേഹം പറഞ്ഞ ഞങ്ങൾ അന്ന് അങ്ങനെ ചെയ്തു, ആ ചെയ്തതിൽ ഒരു റിഗ്രറ്റും അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള മനോവിഷമവും ഇല്ല എന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ അറിയാം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, ഇതൊക്കെ പറഞ്ഞിട്ട് എനിക്കേറെ കേസെടുത്താലും പ്രശ്നമില്ല എന്ന് പറയുന്നു. ഞാൻ കൊലക്കുറ്റമല്ലല്ലോ ചെയ്തത് എന്ന് പിന്നീട് പറയുന്നുണ്ടല്ലോ. അതായത് കൊലക്കുറ്റം ചെയ്താലേ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളൂ, അതല്ലെങ്കിൽ പ്രശ്നമില്ല എന്ന് പറയുന്ന ആൾ, അതായത് ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു വന്ന അതുമായി ബന്ധപ്പെട്ട പദവികളിൽ ഇരുന്നിട്ടുള്ള ഒരാളാണ് ഇത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായിട്ട് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന് വളരെ കൃത്യമായിട്ട് കാണിക്കാവുന്ന തെളിവ് സഹിതം അത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒരു തരത്തിലും ഇതിനെ ന്യായീകരിക്കുന്നതിൽ ശരിയില്ല. സുധാകരൻ പറഞ്ഞത് തെറ്റാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം പിന്നെ വേറെ കാര്യം, അദ്ദേഹം പറഞ്ഞ ഒരു പക്ഷേ ശരിയായിരിക്കാം, എനിക്കറിയില്ല. ഈ 89 നടന്നോ ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയില്ല. ശരിയായിരിക്കാം എന്ന് തന്നെ വയ്ക്കുക. ശരിയാണെങ്കിൽ പോലും ഒരു പാർട്ടി, അദ്ദേഹം ഇപ്പോൾ CPM തന്നെയാണല്ലോ, CPM ഒരു നേതാവ് അതാണ് പറയേണ്ടത്. ഇത് പാർട്ടിയെ വെട്ടിലാക്കുമെന്ന് അദ്ദേഹത്തിന് അറിയില്ലേ? ഇതിനെന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് ഈ രീതിയിൽ അത് വേണ്ട ഇത് മതി എന്നൊക്കെ പറയുന്ന രൂപത്തിലൊക്കെ മറുപടി പറയേണ്ടി വന്നില്ല. അത് നമുക്ക് ആരെങ്കിലും നാസർ മുതൽ ഗോവിന്ദമാഷ് വരെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അതേപോലെ മുഖവിലേക്കെടുത്തോ? ആദ്യം പറഞ്ഞ് ഞങ്ങൾ മറന്നു, അതിപ്പോൾ രണ്ടാമത് സുധാകരൻ പറഞ്ഞ് ഞങ്ങൾ അംഗീകരിക്കുന്നതാണോ നമ്മൾ വിചാരിക്കുന്നത്? അല്ലല്ലോ. എൻ്റെ മനസ്സിലേക്ക് അങ്ങനെ സുധാകരൻ രണ്ടാമത് പറഞ്ഞതായിരുന്നു ശരി, മറ്റതല്ല ശരിയെന്നൊന്നും എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടില്ല. ഇത് ജനങ്ങളുടെ മനസ്സിലേക്ക് അവമതിപ്പുണ്ടാക്കുന്നതാണ്. ആ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മൾ എങ്ങനെ ന്യായീകരിച്ചാലും സുധാകരൻ്റെ വാക്കുകൾ മാത്രം വെച്ചിട്ട് അദ്ദേഹം ഈ പാർട്ടിയെ നന്നാക്കാനോ ജനാധിപത്യ പ്രക്രിയയെ ശുദ്ധീകരിക്കാനോ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയാണിതെന്ന് ഞാൻ ഒരു തരത്തിലും വിശ്വസിക്കുന്നില്ല. പാർട്ടിയെ പ്രതിരോധത്തിലാക്കാനാണ് എന്നാണ് താങ്കളുടെ വിലയിരുത്തൽ. ശ്രീകുമാർ, ഇതിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അന്നൊക്കെ ചെയ്തിരുന്നതാണ് എന്നാണ് ശ്രീ ജയേന്ദ്രൻ പറഞ്ഞത്. അതിനോടാണ് ഇപ്പോൾ ശ്രീ എ സജീവനും ശ്രീ NP ചെക്കുട്ടിയും പ്രതികരിച്ചത്. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്തിരുന്നു, അതിൻ്റെ ഒരു ലാഘവത്വം അതൊരു പ്രശ്നമല്ലായിരുന്നു എന്ന മട്ടിലാണ് അതിനെ അവതരിപ്പിക്കുന്നത്. ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അന്ന് നിങ്ങൾ വോട്ട് ചെയ്തില്ലല്ലോ എന്ന് NGO യൂണിയനോട് സംസാരിക്കുമ്പോൾ നടത്തിയ ഒരു പ്രതികരണമാണത്. അപ്പോൾ അതിനെ കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ പറയുന്നുണ്ടല്ലോ ഇപ്പോഴും കള്ള വോട്ട് ചെയ്യുന്നു, CPM എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരുന്നതാണ് എന്നിപ്പോൾ കോൺഗ്രസ് പറയുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞു എന്നതിനപ്പുറം തെളിവുകൾ കിട്ടുകയില്ല. ഇപ്പോൾ 2 തരം അന്വേഷണം ഇപ്പോൾ തഹസീൽദാർ മൊഴിയെടുത്തിരിക്കുന്നു. അതിന്മേലുള്ള നടപടിക്രമങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വശത്ത് നടത്തും, അപ്പുറത്ത് പോലീസ് അന്വേഷിക്കുകയും ചെയ്യും. എവിടെ നിന്ന് എന്ത് തെളിവ് കണ്ടെത്തുമെന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. നമുക്ക് സ്മൃതി, എല്ലാവരും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് അക്കാലത്ത് പത്രങ്ങളിൽ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. കാരണം ചില കള്ളവോട്ടുകളൊക്കെ ചിലടത്ത് പിടിക്കാറുണ്ട്. അത് മറ്റേ എല്ലാ പാർട്ടികളിലും പെട്ടവരൊക്കെ ചിലപ്പോൾ പെട്ട് കാണും. പക്ഷെ പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ട് എന്തായാലും കോൺഗ്രസ് ഈ പരിപാടിക്ക് പോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് ഈ പാർട്ടി ഗ്രാമങ്ങൾ എന്നൊക്കെ CPM പറയുന്ന ചില സ്ഥലങ്ങളിലൊക്കെ എന്താണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി തന്നെ തീരുമാനിക്കാവുന്നതായിരുന്നില്ലേ? പക്ഷെ എന്തുകൊണ്ടാണ് ഈ പാർട്ടി ഇതിപ്പോ പ്രശ്നം വരാൻ പോകുന്ന CPMന്റെ ഇപ്പൊ നമ്മൾ മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിന്റെ കാര്യം ഇപ്പൊ വലിയ ചർച്ചയായിട്ട് വരികയാണല്ലോ. അവിടെ ജയേന്ദ്രന്റെ പാർട്ടി അവിടെ ഇപ്പൊ ഇന്ന് കാണിച്ചുകൂട്ടിയ എന്താണ്? ഇന്നലെയൊക്കെ ആയിട്ട് കാണിച്ചുകൂട്ടുന്നത് എന്താണ്? അവിടെ 13 പഞ്ചായത്ത് വാർഡുകളുണ്ട്. അതിൽ ഒരു വാർഡ് ഇപ്പൊ കോൺഗ്രസിനുണ്ട്. ഇത്രയും കാലം വർഷങ്ങളോളം അവിടെ കോൺഗ്രസിന് വാർഡ് ഉണ്ടായിരുന്നില്ല.
അതിനുശേഷം ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോകുമ്പോൾ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളെന്ന് അവർ പറയുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ ശ്രീ സുധാകരന്റെ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് എങ്ങനെ ഈ പാർട്ടിയെ ബാധിക്കും എന്നുള്ളതൊക്കെ ശ്രീ സജീവനടക്കം ആശങ്ക വരണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അതായത് പാർട്ടി പ്രതിസന്ധിയിലാകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സുധാകരനെ പോലുള്ള നേതാവ് പറഞ്ഞുകൊണ്ടാണ്. നേരെ മറിച്ച് ഇപ്പൊ പാർട്ടി സെക്രട്ടറി പറയുന്നതിനെക്കാട്ടും മുഖ്യമന്ത്രി പറയുന്നതിനെക്കാട്ടിലും സുധാകരൻ പറയുന്നവരുടെ പാർട്ടിയുടെ വോട്ടർമാരും അനുഭാവികളും വളരെ ഗൗരവത്തോടെ കാണുന്നുണ്ട്. സുധാകരൻ കിഫ്ബിയെ കുറിച്ച് 2 ദിവസം മുമ്പ് പറഞ്ഞല്ലേ, കിഫ്ബിക്ക് എന്താ കയ്യും കാലും ഉണ്ടോ എന്ന് ചോദിച്ചില്ലേ റോഡ് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞപ്പോ. കരുവന്നൂരിലത്തെ ആ സഹകരണ തട്ടിപ്പ് വന്നപ്പോ സുധാകരൻ എന്താ പറഞ്ഞത്? പാർട്ടിക്കത് ജനങ്ങളെ പാർട്ടിക്കാരെ പോലും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞില്ലേ. കായംകുളത്തിന് മത്സരിക്കില്ലെന്നും അവിടെ കാലുവാരികളാണെന്നും പറഞ്ഞ സുധാകരനല്ലേ. അതിനുശേഷം അദ്ദേഹം ചില പ്രത്യേക ഘട്ടങ്ങളിൽ പാർട്ടിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലില്ലേ. പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് അദ്ദേഹം ഒഴിവാക്കപ്പെട്ടപ്പോൾ ചില പ്രതികരണങ്ങൾ നടത്തി നമ്മുടെ കയ്യിലില്ലേ. ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയ സുധാകരനെ പിണറായി വിജയൻ അക്കാലത്ത് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കാപ്പി കൊടുത്തിട്ടാണ് തിരിച്ചു പറഞ്ഞയച്ചത്. അത് നമ്മൾ മറന്നിട്ടില്ല. ആ സുധാകരൻ ഇപ്പോഴും പാർട്ടി നേതാവാണ്. ഞാൻ ചോദിച്ച ചോദ്യം അതാണ്, എന്തുകൊണ്ടാണ് സുധാകരനെ ഭയക്കുന്നത്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു നിലപാട് വെച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഇത്രയും ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ നടത്തിയ ആളോടുള്ള സമീപനം ഇങ്ങനെയാണോ? ഇന്ന് നാസർ പറഞ്ഞത് പോലീസ് കേസെടുത്തത് ശരിയായില്ലെന്നാ പറഞ്ഞത് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി. അതിന്റെ അർത്ഥം എന്താണ് ജയചന്ദ്ര? അങ്ങനെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ശരിയായില്ലെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അതിന്റെ അർത്ഥം സുധാകരൻ പറഞ്ഞത് ശരിയാണെന്നോ അതോ തെറ്റാണെന്നോ? എന്താ ഉദ്ദേശിക്കുന്ന പാർട്ടി ഇതിലെ ഗോവിന്ദ മാഷ് എന്താ പറഞ്ഞത്? സുധാകരൻ പറഞ്ഞത് ഞങ്ങൾ പ്രതികരിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ് രണ്ടാമത് പറഞ്ഞാൽ ശരിയെന്ന്. ആദ്യം പറഞ്ഞത് കുട്ടികൾ പറഞ്ഞ പോലെ ആദ്യം ബുദ്ധി എന്ന് പറയും. ആദ്യം പറഞ്ഞത് മാറ്റി കളഞ്ഞു, രണ്ടാമത് പറഞ്ഞെടുത്തു. ഇത് എന്തൊരു പാർട്ടിയാണിത്? എന്തൊരു രാഷ്ട്രീയമാണിത്? എന്തൊരു നയമില്ലായ്മയാണിത്? പാർട്ടി പറയണം സുധാകരൻ പറഞ്ഞ തെറ്റാണ്, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല, സുധാകരനെതിരെ പാർട്ടി നടപടി വരുമെന്ന് പറയണം. രാജ്യ കമ്മിറ്റിയല്ലേ. എന്താണ് ഇത്രയും കാലമായിട്ട് സുധാകരൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, കോൺഗ്രസിന് ഇതിന്റെ പേരിൽ വലിച്ചടയ്ക്കണ്ട. എല്ലാ പാർട്ടികളും ഇങ്ങനെയാണെന്നൊന്നും പറയണ്ട. കോൺഗ്രസ് എന്തായാലും കള്ളവോട്ട് ചെയ്തിട്ട് അധികാരത്തിൽ വന്നിട്ടില്ല, സംശയമില്ലാത്ത കാര്യ. പിന്നെ എല്ലായിടത്തും ഒരുപോലെ നടന്നിട്ടൊന്നും ഉണ്ടായില്ല. കാരണം അപ്പൊ അതേ പറഞ്ഞു, അക്കാലത്തെ പത്രങ്ങൾ വായിച്ചാൽ മതി. കള്ളവോട്ട് ചെയ്തതിൽ കോൺഗ്രസിന്റെ UDF ഒക്കെ അനുഭാവികൾ പിടിയിലായിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. പാർട്ടി തീരുമാനിച്ച കാര്യമാണ് ഇവിടെ ചർച്ച. അതായത് ആലപ്പുഴയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 1989 ഇങ്ങനെ സംഭവം നടന്നു എന്ന് പറയുന്നത് പാർട്ടി നേതാവാണ്, അല്ലാതെ പുറത്താക്കപ്പെട്ട ആളല്ല പറയുന്നത്. ശ്രീമതി സ്മൃതി ജയേന്ദ്രൻ പറയുന്ന എല്ലാ പാർട്ടികളും നമുക്ക് ഇതായിട്ട് പറയാം, എല്ലാ പാർട്ടികളിലൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ശരിയായിരിക്കാം. പക്ഷെ പാർട്ടി ചെയ്തു എന്ന് പറഞ്ഞത് പാർട്ടി നേതാവ് ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് പറഞ്ഞോ? വേണ്ട, കോൺഗ്രസിന്റെ വിമത സ്വരമുള്ള ഏതെങ്കിലും നേതാക്കൾ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ കള്ളവോട്ട് ചെയ്തിട്ടുണ്ടെന്ന്? അവിടെയാണ് വിഷയം. ഇതിപ്പോ പ്രശ്നം എന്താ വെച്ചാല് പാർട്ടിയിലെ എന്തോ പാർട്ടി ഓഫീസിനെ കൂടി പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് അത് പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞ പാർട്ടി ഓഫീസർ CPM-ന്റെ ഇന്നത്തെ നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടല്ലേ അദ്ദേഹം സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് CPM-ന്റെ എക്കാലത്തെ ചില നയങ്ങളുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. അതെല്ലാം അറിയുന്ന കാര്യം, ഞാനിവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ പാർട്ടി ഗ്രാമങ്ങൾ എന്ന് അവർ പറയുന്നിടത്ത് കോൺഗ്രസ്സുകാരെ ബൂത്തിലിരിക്കാൻ അവർ സമ്മതിക്കാറില്ലല്ലോ. കണ്ണൂരൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു പാർട്ടിയെ കുറിച്ച് ആ പാർട്ടിയിലെ നേതാവ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുമ്പം അത് വിശദീകരിച്ച് പാർട്ടി അനുഭാവികളെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല ആർക്കാണ്? പാർട്ടി സെക്രട്ടറിക്കല്ലേ. പാർട്ടി സെക്രട്ടറി ഇന്നത്തെ പത്രസമ്മേളനം എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് അത് അദ്ദേഹത്തിന്റെ ആ പത്രസമ്മേളനം കേട്ടവർക്കറിയാം. അദ്ദേഹം പറഞ്ഞത് സുധാകരൻ തിരുത്തിയിട്ടുണ്ടല്ലോ, അദ്ദേഹം ശ്രദ്ധിച്ചു പറയേണ്ടതായിരുന്നു. ശ്രദ്ധിച്ചു പറയാൻ അർത്ഥം എന്താ? ഞാൻ ആദ്യം ചോദിച്ച പോലെ ഇത് പ്രശ്നം ഇത്രയേ ഉള്ളൂ. ഈ സംഭവം നടന്നിട്ടുണ്ടെന്ന് പാർട്ടി സെക്രട്ടറിക്ക് പാർട്ടി നേതാവായി സുധാകരൻ പറയുമ്പോൾ പാർട്ടി എന്ത് അച്ചടക്ക നടപടി എടുക്കുക? അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. പാർട്ടിക്ക് ഇത് സുധാകരൻ പറഞ്ഞ തെറ്റാണ് നടപടി എടുക്കണ്ടേ? ഞാനതാ ചോദിക്കുന്നത്. ഒരു പാർട്ടി ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന ആ പാർട്ടിയുടെ ഏറ്റവും വിലപ്പെട്ട നേതാവ്, ഏറ്റവും ജനസമ്മതിയുള്ള നേതാവ്, അനുഭാവികൾ വിശ്വസിക്കുന്ന നേതാവ്, ഇതര ജനാധിപത്യ കക്ഷികളിലും വിശ്വാസം ഇപ്പോൾ ആർജിച്ചുകൊണ്ടിരിക്കുന്ന നേതാവ് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അത് പാർട്ടിക്ക് മോശപ്പേരുണ്ടാക്കി എന്ന് വരുമ്പോൾ പാർട്ടി മിണ്ടാതിരിക്കുകയാണോ? അതാണ് ഞാൻ ചോദിച്ചത്. എന്താ ഭയം എന്ന് ചോദിച്ചത് അതുകൊണ്ടാ. ആ ഭയത്തിൽ ഉത്തരം പറയേണ്ടത് പാർട്ടി സെക്രട്ടറിയാണ്, അല്ലെ പാർട്ടിയുടെ മറ്റുള്ള നേതാക്കളാണ്. ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പോലും ഇന്ന് വളരെ ഭംഗിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, പോലീസിനെതിരെയാണ് പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ജില്ലാ ഭരണാധികാരി എടുക്കുന്ന നടപടിയെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല. അതിലെ തെളിവ് ഞാൻ പറഞ്ഞില്ല. ഇതിലെ തെളിവോ അല്ലെങ്കിൽ അന്വേഷണ കമ്മീഷനോ ശിക്ഷയോ ഒന്നും പ്രശ്നമില്ല. ഒരു നയം, ഒരു 38 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു നയം, അതിൽ സ്ഥാനാർത്ഥി ജീവിച്ചിരിപ്പുണ്ട്, അന്നത്തെ നേതാക്കൾ ജീവിച്ചിരിപ്പുണ്ട്, മരിച്ചുപോയത് അന്ന് ജയിച്ച വക്കം പുരുഷോത്തമൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട്. സ്ഥാനാർത്ഥിക്ക് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ അത്ഭുതമാണ് തോന്നിയത്.
അല്ല, അത്ഭുതം തോന്നിയെന്ന് വെച്ചാല് സ്ഥാനാർത്ഥിയുടെ നമുക്കറിയാമല്ലോ, ഇത്രയും വലിയൊരു പ്രസ്താവന വരുമ്പോൾ CPM ആയിട്ട് ഇന്നും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ദേവദാസ് മാഷ്. അപ്പൊ അദ്ദേഹം പറയുന്നതിൽ ഒരു പ്രസക്തമായ കാര്യം ഞാൻ കാണുന്നില്ല. കാരണം അദ്ദേഹം പറയൂ, സുധാകരൻ പറഞ്ഞ ശരിയാണെന്ന് അദ്ദേഹം പറയൂ. അതില്ല, ഇതിൽ പാർട്ടിയാണ് പറയേണ്ടത്. പാർട്ടി ഇതിലെ ഒരു അഴകുഴമ്പം നയം കളയണം. ഞാൻ ചോദിക്കുന്നതല്ല, സുധാകരൻ പാർട്ടി നേതാവല്ലേ ഇങ്ങനെ പറഞ്ഞത് എങ്കിൽ ആ നേതാവിനെതിരെ നടപടി ഉണ്ടോ ഇല്ലേ എന്നുള്ള ചോദ്യമേ ഉള്ളൂ. അല്ല, ഇനിയുണ്ടാകുന്ന കാര്യങ്ങൾ സുധാകരൻ തന്നെ നേരിടണം എന്നുള്ള സൂചനയാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ നൽകിയിരിക്കുന്നത്. നമുക്ക് ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. അത് മാത്രമല്ല, ഒറ്റ മിനിറ്റ്, അത് മാത്രമല്ല, ശ്രീ ബിനോയ് വിശ്വം എന്താ പറഞ്ഞത്? CPI സെക്രട്ടറി തെറ്റാരും ചെയ്യാനും പാടില്ലെന്നല്ലേ പറഞ്ഞേ? അപ്പൊ CPI ജില്ലാ സെക്രട്ടറി അങ്ങനെ അദ്ദേഹം പറഞ്ഞില്ലല്ലേ, അങ്ങനെ നടന്നിട്ടില്ല. 1987 എന്ന് പറയുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണല്ലോ. അദ്ദേഹം പറഞ്ഞോ അന്ന് അങ്ങനെ നടന്നിട്ടില്ലെന്നല്ലല്ലോ പറഞ്ഞേ? ആര്യതെല്ലാം തെറ്റാന്നല്ലേ അദ്ദേഹം പറഞ്ഞേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ CPIക്ക് മനസ്സിലായിട്ടില്ല. ചുരുങ്ങിയത് ജയേന്ദ്ര ആ CPIയുടെ നേതാക്കളെങ്കിലും മനസ്സിലാക്കി കൊടുക്കാൻ പറ പാർട്ടി നേതാക്കളോട്. എന്നിട്ട് വേണം ജനങ്ങൾ. നിങ്ങൾ ഈ പറഞ്ഞ പാർട്ടി ആരെങ്കിലും വിശ്വസിക്കില്ല. എം ജയേന്ദ്രൻ, ഈ 36 വർഷം മുമ്പൊക്കെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത് വളരെ സ്വാഭാവികമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തിക്കൊണ്ടിരുന്നതാണ് എന്ന രൂപത്തിലാണ് താങ്കൾ പറഞ്ഞത്. കോൺഗ്രസ് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് കോൺഗ്രസ് പറയുകയും ചെയ്യുന്നു. അപ്പോൾ CPM അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റില്ല എന്ന രൂപത്തിലാണോ താങ്കൾ അതിനെ കാണുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് എത്ര ഗൗരവത്തിൽ കണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ. ഇപ്പോൾ CPM എടുക്കുന്ന നിലപാടിനെ കൂടി താങ്കൾ വിലയിരുത്തണം. കാരണം CPM അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അത് സുധാകരൻ സ്വയം അതിന് നിയമ നടപടികൾ നേരിട്ട് കൊള്ളുക, ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്ന രൂപത്തിലാണ് എം വി ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്നും മനസ്സിലാക്കാനാകുന്നത്. സ്മൃതി, ഇക്കാര്യത്തില് ഇപ്പൊ ശ്രീകുമാർ പറഞ്ഞ കാര്യങ്ങൾ ഗ്രൗണ്ട് റിയാലിറ്റീസ് ശ്രീകുമാറിന് ശരിക്കും അറിയാത്തത് കൊണ്ടാണ്. ഞാൻ പറയാം, ഇതേ 1989 ഉണ്ടായ കാര്യം തന്നെ പറയാം. ഈ പുന്നപ്പറയിൽ വെടിവെപ്പ് നടന്ന സമരഭൂമി ജംഗ്ഷനുണ്ട്. പുന്നപ്പറ കടപ്പുറത്തിന് ഏതാണ്ട് അടുത്താണ് സമരഭൂമി ജംഗ്ഷൻ. അവിടുന്ന് ഒരു 2 കിലോമീറ്റർ തെക്കോട്ട് മാറിയാണ് ചള്ളിയിൽ കടപ്പുറം. ചള്ളി കടപ്പുറത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് നേതാവും MLA ഒക്കെ ആയിരുന്ന ഇപ്പോഴും ശക്തനായ V ദിനകരന്റെ സ്വന്തം തട്ടകമാണ്. 93% കോൺഗ്രസിന് പോളിംഗ് ആ ബൂത്തിൽ. 89 അങ്ങനെ പ്രശ്നം ഉണ്ടായി. ആ ബൂത്തിൽ അമ്പലപ്പുഴ നിയോജകമണ്ഡലമാണ് ആ പ്രദേശം. പിന്നെ 93% പോളിംഗ് ആണ് ചള്ളി കടപ്പുറത്ത്. പിന്നെ ദിനകരന്റെ സർവ്വസ്വാധീനമുള്ള CPM നിന്നും LDF നിന്നും ഏജന്റുമാർക്ക് അവിടെ ഇരിക്കാൻ കഴിയില്ല. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് പലയിടത്തും കണ്ണൂർ പലയിടത്തും ഏജന്റുമാർക്ക് ഇരിക്കാൻ കഴിയുന്നതാണ് ശ്രീകുമാർ പറഞ്ഞത്. ഇത് ആലപ്പുഴയിലെ താങ്കളുടെ സുഹൃത്തുക്കളോട് ചോദിച്ചാൽ മതി, പറഞ്ഞു തരും ചള്ളി കടപ്പുറത്തിന്റെ പ്രത്യേകതയും അവിടുത്തെ അവസ്ഥയുമൊക്കെ. അന്ന് ഈ പിന്നെ ഇതേപോലെ മറ്റൊരു സാഹചര്യം CPMന്റെ ഭൂരിപക്ഷമുള്ള മറ്റൊരു പ്രദേശം ഉണ്ടായിരുന്നു. അന്ന് അമ്പലപ്പുഴ മണ്ഡലത്തിൽപ്പെട്ടതാണ് കൈനേരിയിലെ കുട്ടമംഗലം. അന്ന് കുട്ടമംഗലത്ത് ഇതേ 89 91% പോളിംഗ് ഉണ്ടായത്. അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടേണ്ടി വന്നു. ഇടപെട്ട് റീപോളിംഗിന്റെ വളരെ ഗൗരവമായ ചർച്ചകൾ നടന്നു. അവസാനം രാഷ്ട്രീയ കക്ഷികൾ പൊതുധാരണയിൽ ഇടപെട്ട് റീപോളിംഗ് വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു, എല്ലാ കക്ഷികളും കൂടെ. അപ്പൊ ചള്ളിയിലും പ്രശ്നമാണ്, കുട്ടമംഗലത്തും പ്രശ്നമാണ് എന്നുള്ള പൊതുധാരണയിലെത്തി. പിന്നെ ഞാൻ ഇത് സൂചിപ്പിക്കാൻ കാര്യം, ചള്ളിയ കടപ്പുറം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പുന്നപ്പുറയുടെ തൊട്ടടുത്താണ്. V ദിനകരന്റെ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള ഏരിയയാണ്. അവിടെ ഈ പിന്നെ കോൺഗ്രസിനെ വോട്ട് ചെയ്യൂ മത്സ്യത്തൊഴിലാളികളുടെ മേഖലയാണ്. പരമ്പരാഗതമായി അങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ആധിപത്യത്തിന് കീഴിലുള്ളതാണ്. മറിച്ച് അപ്പുറം പിന്നെ കൈനഗിരിയുടെ ഭാഗമായിട്ടുള്ള കുട്ടമംഗലത്ത് ഈ CPMന്റെ സ്ട്രോങ് ഹോൾഡാണ്. അവിടെ ഈ തരത്തിലുള്ള പ്രശ്നങ്ങളുമുണ്ട്. അപ്പൊ ഇത് ഏതെങ്കിലും ഒരു പാർട്ടി എല്ലാ CPMന്റെ പുറത്ത് അടിച്ചേൽപ്പിക്കാൻ നിങ്ങൾക്ക് വല്ലാത്ത വ്യഗ്രതയുണ്ടല്ലോ. അതൊക്കെ രാഷ്ട്രീയമായ താങ്കളുടെ താല്പര്യമൊക്കെ എല്ലാവർക്കും അറിയാം, ഈ ചർച്ച കാണുന്ന പ്രേക്ഷകർക്കും അറിയാം. അതൊക്കെ ഇരിക്കട്ടെ. അത് പിന്നെ തരാതരം പോലെ ഇത് ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടെ നടക്കുന്നുണ്ട് യാഥാർത്ഥ്യം എന്നുള്ളത്. നിൽക്കൂ ഞാൻ പറയട്ടെ ശ്രീകുമാർ പ്ലീസ്. ഇത്തരം കാര്യങ്ങളോട് നടക്കുന്നുണ്ടെന്നുള്ളത് നാട്ടുകാർക്കറിയാം, താങ്കളുടെ സഹപ്രവർത്തകർക്ക് അടക്കം അറിയാം എന്നുള്ളത് കൂടെ. അല്ല നിൽക്കൂ അല്ല നിൽക്കൂ. അപ്പൊ ഞാൻ പറയുകയാണ്, അത് പിന്നെ അത്തരത്തിലുള്ള വസ്തുതകളുണ്ട്. ഇത് ഇവിടെ പ്രശ്നം എന്താ? സുധാകരൻ പറഞ്ഞത് പോസ്റ്റൽ ബാലറ്റുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ ചർച്ച വരുമ്പോഴേക്ക് ജനാധിപത്യം അട്ടിമറിക്കാൻ CPM കൂട്ടുനിൽക്കുന്നു, അതിന്റെ ഉദാഹരണങ്ങൾ തനിക്കറിയാം എന്നാണ് ശ്രീ ചേക്കുട്ടി അടക്കം പറയുന്നത്. സജീവൻ അത് എൻഡോഴ്സ് ചെയ്യുന്നുമുണ്ട്. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് അറിയാം എന്നുള്ള നിലയ്ക്ക് ഞാൻ അതിനെക്കുറിച്ചൊന്നും തർക്കിക്കാൻ വരുന്നില്ല.
ഏറിയും കുറഞ്ഞ എല്ലാ കള്ളവോട്ടൊന്നും താങ്കൾ പാർട്ടികളും കേട്ടിട്ടില്ലേ? എത്രയോ കാലങ്ങളായി ചെയ്തു പോരുന്ന കാര്യമാണ് കള്ളവോട്ടിന്റെ കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ലേ? ഏതാണ് കള്ളവോട്ടിന്റെ കേസുകളൊന്നും കേട്ടിട്ടില്ലേ? അല്ല, ഞാനതാണ് പറഞ്ഞത്. ഞാനതാണല്ലോ ഇപ്പൊ പറഞ്ഞത്. എത്രയോ കാലങ്ങളായി ഇതൊക്കെ നടന്നു വരുന്നതാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല വ്യക്തത ഉണ്ടെന്നേ. ആ CPM-ന്റെ പുറത്ത് മാത്രം അടിച്ചേൽപ്പിക്കാൻ വരുമ്പോഴാണ് ഈ തർക്കമുള്ളത്. എല്ലാ പാർട്ടികളും ഏറിയും കുറഞ്ഞും അവരവരുടെ ശക്തി കേന്ദ്രങ്ങൾ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ആർക്കാ സംശയമുള്ളത് സ്മൃതി? എനിക്ക് സംശയമൊന്നുമില്ല. ഈ ചർച്ചയിലിരിക്കുന്ന ആർക്കും അക്കാര്യത്തിൽ സംശയം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ചർച്ചയിൽ പറയാൻ വേണ്ടി അതിനെ മറ്റൊരു പെർസ്പെക്റ്റീവിൽ കൊണ്ടുവരിക എന്നുള്ളതിനോടാണ് വിയോജിപ്പ്. അതേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ ഇതെല്ലാം വിശുദ്ധിയുടെ ഞങ്ങൾ ചെയ്തിരുന്നു എന്ന് പറഞ്ഞ ചർച്ചയിലേക്ക് കൊണ്ടുവന്നത് ആരാണ് ഏറ്റവും ജയേന്ദ്രൻ? ഞങ്ങൾ ചെയ്തിരുന്നു എന്ന് പറഞ്ഞ് ചർച്ചയിലേക്ക് കൊണ്ടുവന്ന ആരാണ്? ഏതാണ് ഞങ്ങൾ ചെയ്തിരുന്നു എന്ന് പറഞ്ഞ ഈ വിഷയം ചർച്ചയിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? ബാക്കി കാര്യങ്ങളും വരുന്നത് അങ്ങനെയാണല്ലോ. അല്ല, എനിക്ക് വെറുതെ പുറത്തിറങ്ങി നിന്ന് മൈക്ക് എടുത്ത് പ്രസംഗിക്കാനോ അല്ലെങ്കിൽ ലേഖനം എഴുതിയോ അല്ലെങ്കിൽ വെറുതെ നിങ്ങളുടെ ചാനലിന്റെ മുമ്പിൽ നിന്ന് പറയാനോ കഴിയുമോ ചള്ളിക്കടപ്പുറത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്? ചള്ളിക്കടപ്പുറം പറയാൻ എനിക്കൊരു അവസരം കിട്ടുന്നത് ഈ ചർച്ചയിൽ എന്നെ വിളിക്കുമ്പോൾ ഈ പ്രശ്നം ശ്രീകുമാർ ഉന്നയിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ചർച്ചയിൽ വരുമ്പോൾ അത്തരത്തിലുള്ള വാദ പ്രതിവാദങ്ങൾ ഉണ്ടാവും, വിയോജിപ്പുകളും ഉണ്ടാവും. അത് സ്വാഭാവികമല്ലേ? അങ്ങനെയാണ്. ജി സുധാകരൻ പറഞ്ഞുകൊണ്ടാണ് ഈ ചർച്ച ഉണ്ടായത് തന്നെ. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ, പുതുതായ കാര്യങ്ങളും വരുന്നത്. ആലപ്പുഴയിൽ ഭാഗമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലപ്പുഴ അത് സമ്മതിക്കുന്നില്ലല്ലോ. അല്ല, പാർട്ടി അത് ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ളത് തങ്ങൾ അത്രയും പണിക്ക് പോകാറില്ല. ഏതെങ്കിലും നേതാക്കൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്വം മുഴുവൻ ഗോവിന്ദ മാഷ് പേറണം എന്ന് സ്റ്റേറ്റ് സെക്രട്ടറി അംഗീകരിക്കുമോ? ജില്ലാ സെക്രട്ടറി നാസറാണ് പറഞ്ഞത്. CPM അത്തരം പരിപാടിയില്ല. അത് ജി സുധാകരൻ എടുത്തു പറഞ്ഞല്ലോ. ദേവദാസ് മാഷ് പറഞ്ഞു, ജില്ലാ സെക്രട്ടറി പറഞ്ഞു. അവരല്ലേ അക്കാര്യം നിലപാട് പറഞ്ഞത് എന്ന് അദ്ദേഹം വീണ്ടും ഇന്നും ചോദിക്കുന്നുണ്ടല്ലോ. അപ്പൊ രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ അത്തരത്തിലുള്ള നിർദ്ദേശം കൊടുത്തിട്ടല്ല പാർട്ടികൾ പ്രവർത്തിക്കുന്നത്. ഇതാണ് ഗോവിന്ദ മാഷും നാസറും പറഞ്ഞത്. ആ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. നേതാക്കൾ സ്വന്തം നിലയ്ക്ക് ഇങ്ങനെ ചെയ്യുകയാണ്. ഉത്തരവാദപ്പെട്ട നേതാക്കൾ സ്വന്തം നിലയ്ക്ക് അങ്ങ് ചെയ്യും. അല്ല, അതങ്ങനെ ചെയ്തിട്ടില്ല എന്നാണല്ലോ വീണ്ടും അദ്ദേഹം പറഞ്ഞത്. എപ്പോഴും അദ്ദേഹം അങ്ങനെയാണ് മൊഴി താങ്കളും വിശ്വസിക്കുന്നത്? ഭാവനയിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞതിനെയാണ് താങ്കളും വിശ്വസിക്കുന്നത്? അല്ല, എനിക്കറിയാവുന്ന അദ്ദേഹം പറഞ്ഞ കാര്യം അതാണല്ലോ. അദ്ദേഹം NGO യൂണിയനുമായി ബന്ധപ്പെട്ട ഒരു സമ്മേളനത്തിൽ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ. ഒറ്റ കാര്യമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞത് ഭാവനയാണോ അതോ ആ കാലത്ത് നിലനിന്നിരുന്ന ഒരു യാഥാർത്ഥ്യമാണോ? താങ്കൾ ഈ പറഞ്ഞ പോലെ ഒരു വാദത്തിന് സമ്മതിക്കാം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതൊക്കെ ചെയ്തിരുന്നു എന്ന ഒരു യാഥാർത്ഥ്യം അദ്ദേഹം വിളിച്ചു പറയുകയാണോ ചെയ്തത്, അതോ അദ്ദേഹത്തിന്റെ ഭാവനയിൽ നിന്ന് അദ്ദേഹം പറഞ്ഞതാണോ? എന്താണ് ഇപ്പോൾ താങ്കൾ വിശ്വസിക്കുന്നത്? അല്ല, അദ്ദേഹം പറഞ്ഞത് അങ്ങനെ തന്നെയാണല്ലോ. കൂടെ നിന്ന് കാല ചവിട്ടുന്നവരെ ഒന്ന് വരട്ടാനുള്ള നടപടിയാണ് ഞാൻ ചെയ്തത്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ തന്നെയാണല്ലോ അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. കൂടെ നിന്ന് കാല ചവിട്ടുക, അതായത് കൂടെ നിൽക്കുകയും LDFന് വോട്ട് ചെയ്യുമെന്ന് വിചാരിക്കുകയും ചെയ്യുന്നത് അങ്ങനെ ചെയ്യാതെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ചില പണി ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വിരട്ടലായിരുന്നു അത് എന്നുള്ളതല്ല അദ്ദേഹം അതിനെ വേറൊരു രൂപത്തിലേക്ക് പറഞ്ഞല്ലോ. അതാണ് മുഖവിലേക്ക് എടുക്കേണ്ടത്. അല്ലെങ്കിൽ പോലീസ് അന്വേഷിക്കട്ടെ. അത് പോലീസിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതോടെ പറഞ്ഞ് ഞാൻ അതോടെ പറയണമല്ലോ. പോലീസിന്റെ കാര്യത്തിൽ അവർ ധൃതി പിടിച്ച് കാര്യങ്ങൾ നീക്കി എന്നുള്ളത് തന്നെയാണ് നാസർ പറഞ്ഞത്. അവർക്ക് സാവധാനം ഇതെന്താണ് സംഭവം, അതിന് ആ കാലത്തെക്കുറിച്ച് എന്തെങ്കിലും തെളിവ് ശേഖരിക്കാൻ കഴിയുമോ എന്ന് പോലും അന്വേഷിക്കാതെയും അതിന് മെനക്കെടാതെയുമാണ് പോലീസ് ആ FIR ഇട്ടത്. ഇതാണ് ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ അതിന് ഇനി തെളിവ് കിട്ടുമോ എന്നാലോചിച്ചിട്ട് വേണം കേസെടുക്കാനല്ലേ? അല്ല, FIR ഒന്നും അങ്ങനെയാണല്ലോ, കേസെടുക്കുന്നതല്ലോ. FIR അങ്ങനെയൊക്കെ വേണമെന്നുള്ള പ്രാഥമികമായ FIR-ന്റെ ചട്ടങ്ങൾ അതൊക്കെയാണ് സ്മൃതി. അത് നമ്മൾ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എങ്ങനെയാണ് പോലീസ് ഒരു FIR ചെയ്യുക എന്നുള്ളത്, ഇടുക എന്നുള്ളത്. അത് വെറുതെ കേട്ടുകേഴ്ചയുടെ അടിസ്ഥാനത്തിലല്ല. FIR ഒന്നും അങ്ങനെ അല്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്. അതിന് തെളിവ് കിട്ടാൻ സാധ്യതയില്ലല്ലോ. അപ്പൊ തൽക്കാലം FIR ഇടണ്ട എന്ന് വിചാരിക്കണം അല്ലേ? എന്നാരും പറഞ്ഞിട്ടില്ല. പക്ഷേ പോലീസ് എന്ത് അന്വേഷണമാണ് നടത്തിയത്? ആ FIR താങ്കളുടെയിലും കാണുമല്ലോ എന്റെ കോപ്പി. എന്താണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത്? ചില മനനങ്ങൾ, അതാണല്ലോ FIR-ന്റെ 4-5 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അതാണല്ലോ, ആ മനനങ്ങൾ മാത്രമാണല്ലോ പോലീസിന് ഇക്കാര്യത്തിൽ ഉള്ളത് അല്ലേ? അങ്ങനെയാണോ പോലീസ് ഒരു FIR ഇടുന്നത്? അങ്ങനെയാണോ? ആണോ?
എത്രയോ എഫ്ഐആറുകൾ നമ്മൾ കാണുന്നതാണ്. ശരി. അതേ പറഞ്ഞുള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞത്. ശ്രീ ശ്രീകുമാർ, ശ്രീ ജയേന്ദ്രൻ പറഞ്ഞതിനുള്ള മറുപടി ചുരുക്കി പറയണേ. അതായത് ഒറ്റ കാര്യമുള്ളൂ. അതായത് മറ്റേ അമ്പലപ്പുഴയിലോ അല്ലെങ്കിൽ അവിടെ ഇവിടുത്തെ കാര്യമൊന്നും അല്ലല്ലോ നമ്മൾ സംസാരിച്ചത്. ഒരു കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞു ഞങ്ങൾ ഇന്നത് ചെയ്തിട്ടുണ്ടെന്ന്. ഇവിടെ പറഞ്ഞ CPM നേതാവായ സുധാകരനാണ് അത് സ്മൃതി പറയുകയും ചെയ്തു. അതുകൊണ്ട് ചർച്ചയാവുന്ന അത്രേ ഉള്ളൂ. ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ച നേതാവ് CPM നേതാവല്ലേ സുധാകരൻ? പൊളിറ്റിക്കൽ ക്രിമിനൽസ് അല്ലേ? അദ്ദേഹം ഇന്ന് കാര്യം വെളിപ്പെടുത്തുമ്പോഴേ അദ്ദേഹം എന്തുകൊണ്ടായിരിക്കാം വെളിപ്പെടുത്തുക എന്നൊക്കെ നമുക്ക് ആലോചിച്ച് അറിഞ്ഞൂടെ? ഒരു മുതിർന്ന നേതാവല്ലേ? കേരളത്തിൽ ഇന്ന് നടക്കുന്ന സംഭവങ്ങളാണോ? മറ്റേ വനം വകുപ്പിന്റെ ഓഫീസിൽ MLA ചെന്നതാണോ? അതോ വനം വകുപ്പ് ജീവനക്കാരെ ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തുന്നതാണോ? അതോ നമ്മുടെ മറ്റേ ഗാന്ധിയുടെ പ്രതിമ അടുക്കളയെ സ്ഥാപിച്ചാലും പിഴുതുകളെന്ന് പറയുന്ന കാലത്താണോ? അതോ പുഷ്പേക്കം അർപ്പിക്കുന്ന പറയുന്ന കാലത്താണോ? ഇതൊക്കെ വെച്ചുകൊണ്ടായിരിക്കും സുധാകരന്റെ ബന്ധം. എനിക്കറിയില്ല കേട്ടോ. കാരണം പാർട്ടിയുടെ ഒരു നിലപാട് ചില സമയത്ത് നേതാക്കൾക്ക് സങ്കടം തോന്നും. വളരെ മുതിർന്ന കഷ്ടപ്പെട്ട ഭുവനചന്ദ്രന്റെ ചേട്ടനാണ് G. സുധാകരൻ. കേസുകാരനെ കൊന്നൊക്കെ നിങ്ങൾ തിരിച്ചു ചോദിക്കും, ശരി തന്നെ. അപ്പൊ അങ്ങനെയുള്ള ആൾ പറയുമ്പോൾ അതിന് ജനങ്ങൾക്കിടയിലെ അതിന് സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും. ആ സ്വാധീനത്തെ പാർട്ടി ഭയപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് സുധാകരനെതിരെ ഇങ്ങനെ ഒരു നടപടിയെടുക്കാതെ അരവറമ്പ നയമായിട്ട് നീങ്ങേണ്ട ഒരു ഗതികേട് ഈ പാർട്ടിക്ക് വന്നു കിട്ടും. ശരി, ശ്രീ NP ചുക്കുട്ടി ചുരുക്കി, ഇപ്പോൾ MM മണിക്ക് സംഭവിച്ചതുപോലെ G. സുധാകരൻ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഇല്ല, ഇതിപ്പോൾ യഥാർത്ഥത്തിൽ കലക്ടർ ഒരു കേസ് പിന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ചിട്ടൊരു തെളിവെടുത്തിട്ട് അദ്ദേഹത്തെ ശിക്ഷിക്കാവുന്ന തരത്തിലൊന്നും കാര്യങ്ങൾ നീങ്ങുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ സുധാകരൻ ചെയ്തിട്ടുള്ളതും സുധാകരൻ യഥാർത്ഥത്തിൽ ഒരുപക്ഷെ അദ്ദേഹം ബോധപൂർവം ചെയ്താണോ എനിക്കറിയില്ല, പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ, പബ്ലിക് ഇഷ്യൂ നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്നു. അത് താനടങ്ങുന്ന ആളുകൾ, തന്നെപ്പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്തിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളെ അദ്ദേഹം സൊസൈറ്റിയുടെ മുമ്പിൽ പറഞ്ഞു. ബോധപൂർവം ചെയ്താണോ അല്ലയോ എന്നുള്ളത് മാറ്റി വയ്ക്കുക. പക്ഷേ ഇത്തരം പ്രവണതകളുണ്ട് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. ആ പ്രവണതകൾ ഇന്നും കേരളത്തിൽ തുടർന്നു വരുന്ന ഒരു പ്രവണതയാണ്. അത് ആപൽക്കരമാണ് എന്നൊരു ചർച്ചയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നടക്കുന്നത്. ആ നിലയിൽ സുധാകരൻ്റെ ഈ വെളിപ്പെടുത്തൽ കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ സംബന്ധിച്ചിടത്തോളം പ്രയോജനകരമായിട്ടുള്ളൊരു ഒരു കാൽവയ്പ്പാണ് എന്ന് മാത്രമേ പറയുള്ളൂ. അത് സുധാകരൻ ഏതെങ്കിലും തരത്തിൽ പ്രശ്നം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ പ്രത്യേകിച്ച് പദവികളൊന്നും ഇന്ന് ബാക്കിയില്ല. ശ്രീ സജീവൻ, പാർട്ടി ഇക്കാര്യം ഇനി അവഗണിച്ച് മുന്നോട്ട് പോകുക എന്ന് തന്നെയായിരിക്കുമോ തുടരുക? തീർച്ചയായിട്ടും അങ്ങനെയാണ് സാധ്യതയുള്ളത്. പക്ഷെ അതുകൊണ്ട് നേട്ടമൊന്നും ഉണ്ടാവുന്നില്ല. പാർട്ടി ഇത്തരത്തിൽ സുധാകരൻ ഇനി ഇതേപോലെ പലതും ആവർത്തിക്കുമ്പോൾ പാർട്ടിക്ക് അത് ദോഷം ചെയ്യും. അപ്പം പാർട്ടി എന്ന നിലയിൽ ഒരു പാർട്ടി പ്രവർത്തകനായാലും നേതാവായാലും പാർട്ടിയുടെ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് പറയണം, അല്ലെങ്കിൽ പുറത്തു പോയിട്ട് പറയാം. അതല്ലാത്ത രൂപത്തിൽ പാർട്ടിയെ എപ്പോഴും ഈ സമ്മർദ്ദത്തിലാക്കുന്ന രൂപത്തിൽ നടപടികൾ ഉണ്ടാകുന്നത് പാർട്ടിക്ക് തെറ്റാണ്. അതുകൊണ്ട് നടപടികളിലേക്കാണ് പാർട്ടി പോവേണ്ടത്, ന്യായീകരിക്കരുത്. ശരി, വളരെ നന്ദി ശ്രീ M. ജയചന്ദ്രൻ, ശ്രീ N. ശ്രീകുമാർ, ശ്രീ NP ചുക്കുട്ടി, ശ്രീ A. സജീവൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.